നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസ് സന്ദർശനം കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് തിരിച്ചെത്തിയത്. ഉടൻ തന്നെ ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഒരു ഉന്നതതല അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അതായത് വളരെ നിർണായകമായ ഒരു യോഗമാണ് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുക. എല്ലാ മന്ത്രാലയങ്ങളുടെയും സെക്രട്ടറിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതായത് 2047 ഇന്ത്യ വികസിത് ഭാരതമാകുമ്പോൾ ആ വികസിത ഭാരതത്തിലേക്കുള്ള ഒരു രൂപരേഖ എന്ന നിലയിൽ അല്ലെങ്കിൽ ആ രൂപരേഖ തയ്യാറാക്കുക എന്നതാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു യോഗത്തിൻ്റെ അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വളരെ അടിയന്തിരമായ ഒരു യോഗമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മന്ത്രാലയങ്ങളുടെയും ഉദ്യോഗസ്ഥ മേധാവിമാർ ഈ യോഗത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ചില വിവരങ്ങൾ ചോദിച്ചറിയുമെന്നും അതിനുശേഷം വികസിത ഭാരതം 2047 വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുമെന്നുമാണ് സൂചന. രാജ്യത്തിൻ്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു യോഗമാണ് ഇന്ന് ദില്ലിയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ യോഗം നിർണായകമാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും നിർണായകമായ മന്ത്രിസഭാ പുനഃസംഘടന നടക്കുക. മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ തലത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ ഈ നിമിഷം മുതൽ എപ്പോൾ വേണമെങ്കിലും അത് ഉണ്ടായേക്കാമെന്നാണ് കേന്ദ്ര BJP നേതാക്കന്മാർ നൽകുന്ന സൂചന. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതായും ഇനിയിപ്പോൾ ഈ യോഗം കൂടി, അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ വകുപ്പ് മേധാവിമാരുടെ യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ വികസനത്തിലേക്ക് കടക്കും എന്നാണ് സൂചന. അതുകൊണ്ടാണ് വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനിർണായകമായ ഈ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ ഈ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹായിക്കും. മാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന പാർലമെന്റിന്റെ മൺസൂൺ സെഷന് മുമ്പുണ്ടാകുമെന്നും സൂചനയുണ്ട്. BJP വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഈ നിമിഷം മുതൽ ഏത് സമയത്ത് വേണമെങ്കിലും കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കപ്പെട്ടേക്കാം. ഇത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ പുനഃസംഘടനയാണ്. കഴിഞ്ഞ 2 കൊല്ലമായി നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും ജനങ്ങൾക്ക് ആവേശം പകരുന്ന യാതൊരു പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. ബഡ്ജറ്റ് പോലും വലിയ ആവേശം വിതറാതെയാണ് കടന്നുപോയത്. ഈ രീതിയിൽ മോദി സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും രാജ്യത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ വേഗത്തിലാക്കാനുമൊക്കെ ഉതകുന്ന തരത്തിലുള്ള മന്ത്രിസഭാ പുനഃസംഘടനയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, നല്ല കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല, ചില വിവാദങ്ങളിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചേരുകയും ചെയ്തു. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുണ്ടാക്കുന്ന ചില ബഹളങ്ങൾ, അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾ, അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് BJPക്കും അതുപോലെ തന്നെ RSSനും നേരെ ഉയരുന്ന ആരോപണങ്ങൾ. ഈ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ പുനഃസംഘടന നടത്തി മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത്. വളരെ വിപുലമായ ഒരു പുനഃസംഘടന തന്നെ നടക്കുമെന്നാണ് സൂചന. 6ഓളം സഹമന്ത്രിമാർക്ക് സ്ഥാനം തെറിക്കും. പകരം 6ഓളം പുതിയ നേതാക്കന്മാർ സഹമന്ത്രിമാരായി വരും. സഹമന്ത്രിമാർ മാത്രമല്ല, ക്യാബിനറ്റ് മന്ത്രിമാരിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ സ്ഥാനം തന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ജന്തർ മന്ദറിൽ സമരം നടക്കുന്നത്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതോടുകൂടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലായിരുന്നു. അതിൽ ചിലർ ആത്മഹത്യയെ അഭയം പ്രാപിച്ചു. ഇതിൻ്റെ അടക്കം ഉത്തരവാദിത്വം ഈ ധർമ്മേന്ദ്ര പ്രധാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം ദില്ലിയിൽ നടക്കുന്നത്. മാത്രമല്ല, ഇടത് സംഘടനകളുടെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ മാറിയാൽ പിന്നെ ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. മന്ത്രിസഭയിലെ ഏറ്റവും പ്രശസ്തമായ മുഖമായ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനവകുപ്പ് ഉപേക്ഷിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും എന്ന് സൂചനയുണ്ട്. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ്
പുതിയ ധനമന്ത്രിയാകുമെന്നും സൂചന ലഭിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വമ്പൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. മാത്രമല്ല, യുവ രക്തം അത് മന്ത്രിസഭയിലും അതുപോലെ തന്നെ പാർട്ടിയിലും ഉറപ്പിക്കാനുള്ള തീരുമാനവും BJP എടുത്തിട്ടുണ്ട്. മന്ത്രിസഭാ വികസനം മാത്രമല്ല, പാർട്ടി സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കുമെന്നാണ് സൂചന. നിതിൻ നബീനെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ ടീം നിതിൻ നബീൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ആരൊക്കെയാണ് ജനറൽ സെക്രട്ടറിമാർ, ആരൊക്കെയാണ് ട്രഷറർ, ഇന്നിങ്ങനെ ഒരു ദേശീയ ടീമിനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആ പ്രഖ്യാപനവും ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിതിൻ നബീൻ നിർദ്ദേശിച്ച ആളുകളെ ഒപ്പം നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് ഒരു ദേശീയ ടീം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൽ നിന്നും ചില ആളുകളെ പാർട്ടിയിലേക്കും പാർട്ടിയിൽ നിന്നും ചില ആളുകളെ സർക്കാരിലേക്കും നിയോഗിക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ പാർട്ടിയിലും മന്ത്രിസഭയിലും യുവമുഖങ്ങൾക്ക് സാധ്യതയേറുകയാണ്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയായേക്കാം. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറും കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. സുഖാന്തു ശേഖർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന നേതാവാണ്. അദ്ദേഹത്തിനും കേന്ദ്രമന്ത്രിസ്ഥാനം നൽകുന്ന കാര്യം പരിഗണനയിലാണ്. ഇങ്ങനെ വലിയ മാറ്റങ്ങളോടുകൂടിയായിരിക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അല്ലെങ്കിൽ പുനഃസംഘടനയ്ക്ക് ശേഷം നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാവുക. പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെയും ചില ആരോപണങ്ങൾ ഉയർന്നു. അദ്ദേഹത്തിനും സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. പക്ഷേ ഹർദീപ് സിംഗ് പുരിക്ക് പെട്രോളിയം വകുപ്പ് മന്ത്രിസ്ഥാനം മാറുമെങ്കിലും മറ്റ് ചില വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകി അല്ലെങ്കിൽ പാർട്ടിയിലെ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നൽകി സംരക്ഷിക്കാനാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്നത്. നിതീഷ് കുമാറും അതുപോലെ തന്നെ സുഖാന്തു ശേഖറുടെ റേയും വിവിധ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വന്നവരാണ്. ഇങ്ങനെ BJP, ശിവസേന, അതോടൊപ്പം തന്നെ മറ്റു ചില നേതാക്കന്മാർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ കേന്ദ്ര മന്ത്രിസഭാ വികസനം നടക്കാൻ പോകുന്നത്. മന്ത്രിസഭാ വികസനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ഥാനം തെറിക്കുമെങ്കിലും മറ്റു പല മന്ത്രിമാരും ജനകീയരായി മറ്റു പല വകുപ്പുകളിലേക്കും എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും മന്ത്രിസഭാ വികസനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഉറ്റുനോക്കുകയാണ് മാധ്യമങ്ങൾ. അതിന് മുന്നോടിയായിട്ടുള്ള ഉന്നതതല യോഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിനെത്തി തൊട്ടു പിന്നാലെ ഈ ഉന്നതതല യോഗം വിളിക്കുന്നത്. ഈ യോഗത്തിൽ വിവിധ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തും. ഓരോ മന്ത്രാലയത്തിൻ്റെയും പ്രവർത്തന റിപ്പോർട്ട് കയ്യിൽ കരുതാൻ ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിർണായകമായ യോഗത്തിനൊടുവിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ കാര്യവും മുഖ്യമന്ത്രി പരിഗണിച്ചേക്കാം. ഇങ്ങനെ ഒരു നിർണായകമായ യോഗത്തിനൊടുവിലായിരിക്കാം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കുക. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ ശ്രീകാന്ത് ഷിൻഡെയ്ക്കൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവും എത്താനുള്ള സാധ്യതയുണ്ട്, മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പഞ്ചാബിൽ നിന്നുള്ള രാഘവ് ചദ്ദയാണ്. ആം ആദ്മി പാർട്ടിയിൽ ഓപ്പറേഷൻ ലോട്ടസ് നടപ്പിലാക്കിയത് രാഘവ് ചദ്ദയാണ്. ഓപ്പറേഷൻ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പാർട്ടിയിൽ ഓപ്പറേഷൻ ടൈഗർ നടത്തിയത് ശ്രീകാന്ത് ഷിൻഡെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം ഉറപ്പ്. അതേസമയം ജോർജ് കുര്യൻ രാജിവെച്ചിരിക്കുന്ന ഒഴിവിൽ കേരളത്തിൽ നിന്നും ആരെങ്കിലും മന്ത്രിയാകുമോ എന്ന് നേരത്തെ പലരും ചിന്തിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നും മന്ത്രിസ്ഥാനം ആർക്കുമില്ല എന്നാണ് സൂചന. കെ സുരേന്ദ്രൻ്റെയും അനൂപ് ആന്റണിയുടെയും അടക്കമുള്ള പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഈ കേരളത്തിൽ നിന്നും ഇപ്പോൾ ആരും തന്നെ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിർണായകമായ യോഗം ദില്ലിയിൽ ചേരും. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ പ്രധാന ലക്ഷണമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ പേരുകളുമെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ പുനഃസംഘടനയാണ്.